ഈ വർഷത്തിലെ ഓണത്തിന് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു സേമിയ വെച്ചിട്ട് പായസം. പക്ഷേ പല യൂട്യൂബേഴ്സും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രുചി ഒട്ടും കൊള്ളത്തില്ല എന്ന്, ഉണ്ടാക്കണ്ടെന്ന് സജഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ വാണ്ടഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ ബിക്കോസ് ആ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആയതുകൊണ്ട്. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോഴുണ്ടല്ലോ, സത്യം പറയാമല്ലോ, അവർക്കൊക്കെ എവിടെയാ തെറ്റ് പറ്റിയേ, എന്തുകൊണ്ടാ ടേസ്റ്റ് ഇഷ്ടമായില്ല എനിക്കറിയില്ല. പക്ഷേ നല്ല കിടു 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 ടേസ്റ്റാണ്. കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. സോറി, നമ്മളത് ചേർക്കുമ്പോൾ, മധുരം ചേർക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് അറിയാം. പിന്നെ നമ്മൾ സേമിയയും കൂടി ചേർക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നമുക്ക് തുടങ്ങാം. ഞാൻ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാട്ടോ. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലിൽ റോസ്റ്റഡ് സേമിയാണ്. റോസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ നെയ്യ് ഒഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ നേരിട്ടിട്ടാണ്. പിന്നെ നമ്മുടെ ശവരി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതും ഞാൻ 2ാം പാലിൽ ഒഴിച്ച് ഈ സേമിയയും ഈ ചവരിയും നല്ല രീതിയിൽ വെന്ത് കിട്ടണം. ഒരു തല വരുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. പഞ്ചസാരയാണല്ലോ ഞാൻ ചേർക്കുന്ന 3 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇത് നല്ല രീതിയിൽ വെന്തതാ ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഞാൻ പ്യൂരി ആക്കിയിട്ടുണ്ട്. അതായത് ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് സംഭവം. ഇതും കൂടി ചേർത്ത് നല്ല പിങ്കിഷ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. ഞാൻ ഒരു ഫ്രൂട്ടിൻ്റെ പകുതിയുടെ അതിൻ്റെ കുറവും കൂടി ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കുറുകി വരുമ്പം നമുക്ക് ഇച്ചിരി ഉപ്പും ഏലക്ക പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് 1ാം പാൽ, അതായത് തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ പാൽ ഒഴിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇച്ചിരി നെയ്യിൽ അണ്ടിപ്പരിപ്പും കിഷ്മിഷും ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത് അത് ചേർത്ത് കഴിഞ്ഞാൽ സത്യമായിട്ടും ഗൈസ് ഞാൻ വാക്ക് തരേന് അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് സേമിയ പായസം ഈ ഓണത്തിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഗ്യാരണ്ടി. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം. സ്റ്റേ സേഫ് ആൻഡ് ബി ഹെൽത്തി. ബൈ. ഐ ലവ് യു ഗൈസ്.